ഹായ് ഫ്രണ്ട്സ്, മദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് MPV സെഗ്മെൻറ്റിലെ പകരം വെക്കാനില്ലാത്ത ഇന്നോവ. അങ്ങനെ 6 ഇന്നോവകളുമായിട്ടാണ് ഇന്ന് മദാരി മോട്ടോഴ്സ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയുണ്ട്, ഒറിജിനൽ കേരള വണ്ടിയുണ്ട്, NOCയിൽ കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട് കേട്ടോ. 12, 13, 14 ഈ മോഡലിലുള്ള വണ്ടിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് 14 മോഡലാണ്. 2014 മോഡല് V ആണ് ഓപ്ഷൻ വരുന്നത്. ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, HR രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് NOCയിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ്. V ആണ് ഓപ്ഷൻ വരുന്നത്. 1,71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു സിൽക്കി ഗോൾഡിലാണ് വണ്ടി കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി അലോയ് വീൽ വരുന്നുണ്ട്. ഇന്റർകൂളർ ആണ് ഈ വണ്ടി കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെയാണ് ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിലും റൂഫിലേക്ക് നോക്കുകയാണെങ്കിലൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 7 സീറ്റർ വണ്ടിയാണ് കേട്ടത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനിലാണ് വണ്ടി ഉള്ളത്. ഇനി V ഓപ്ഷൻ ആയത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിങ് കോളിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ സ്റ്റാരിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ബാക്ക് സൈഡൊക്കെ ഉള്ളത്. ബാക്ക് വൈഫർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. HR രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ലെഫ്റ്റ് സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു സിൽവറിലെ കോട്ടിങ്ങുള്ളൊരു ക്രോം ടൈപ്പിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഇതിന് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2013 ഒറിജിനൽ കേരള വണ്ടി കേട്ടത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. 3ാമത്തെ ഓണർഷിപ്പാണ്. KL50 വണ്ടി കിടക്കുന്നത്. ഇതൊരു സിൽക്കി ഗോൾഡിൽ തന്നെയാണ്. 1,59,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ഫുൾ സർവീസ് ഉണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണെന്നുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഉള്ളത്. ഈ 2013 മോഡലായതുകൊണ്ട് തന്നെ Type 3 വണ്ടി വരുന്നത്. അത് Type 4 ചേഞ്ചും ചെയ്തിട്ടില്ല കേട്ടോ. Type 4 ചേഞ്ചും ചെയ്തിട്ടില്ല. അതേമാതിരി കമ്പനി ഇറങ്ങിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് ചേഞ്ചും ചെയ്തിട്ടില്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കിയാലേ സീറ്റ് കവർ ആണെങ്കിലും റൂഫാണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 8 സീറ്റ് വണ്ടിയും കൂടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ബാക്ക് വൈഫർ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. 2.G4 ആണ് ഇത് വരുന്നത്. G4 ആണ്. ഒറിജിനൽ കേരള വണ്ടി തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ഉള്ളത്. ഇനി അടുത്തതാണിത്, സിൽവർ കളറിലുള്ളത്. 2012 മോഡല് 13 രജിസ്ട്രേഷൻ. ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടി തന്നെയാണ്. UK രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്ക് NOC എങ്ങോട്ട് എടുത്തു കൊടുക്കാം കേട്ടോ. NOC എങ്ങോട്ട് എടുത്തു കൊടുക്കാം. ഒരു സിൽവർ കളറാണ് വണ്ടി കിടക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാറ്റി കേട്ടോ. ഇതിൽ Type 3 തന്നെയാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. കമ്പറും കാര്യങ്ങളൊക്കെ Type 4 ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. കിട്ടില്ല അലോയ് വീലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കണ്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 7 സീറ്റർ വണ്ടിയും കൂടിയാണ്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡിലുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഉള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2.5G എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈഫർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. സിൽവർ കളറുള്ളതാണ്. ഇതിപ്പോൾ 2ാമത്തെ ഓണർഷിപ്പാണ് കേട്ടോ വണ്ടി നിലവിലുള്ളത്. NOC നമുക്ക് എങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ്. മേജറായിട്ടുള്ള ടോട്ടൽ ലോസോ കാര്യങ്ങളോ എഫക്റ്റോ ഒന്നുമില്ല കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. അത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അടുത്തതാണ് 2012 V ഓപ്ഷൻ. ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. ഇപ്പോൾ കേൾട്ടൺ ബീക്കൽ കേരളത്തിലേക്ക് നമ്പർ ആയിക്കണ്. ഇപ്പോൾ 2ാമത്തെ ഓണർഷിപ്പായി. നമ്പർ ആയപ്പോൾ 2ാമത്തെ ഓണർഷിപ്പായി. അവിടെ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ അതിന് വേണ്ടിയുള്ളത്. ഇതൊരു സിൽവർ കളറിലാണ് ഉള്ളത്. 1,85,000 കിലോമീറ്ററാണ് ഇത് ഓടിക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു 50% അടുത്ത് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിലും റൂഫാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റാരിങ് കോളിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 7 സീറ്റർ വണ്ടിയും കൂടിയാണ് കേട്ടോ വണ്ടി ഉള്ളത്. 7 സീറ്റർ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല.
ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും 2.5V എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയോടെ തന്നെയാണ് ലെഫ്റ്റ് സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. യാതൊരു മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്റ്റ് ഒന്നുമില്ല. അടുത്തതാണ് 2012 ഓപ്ഷൻ തന്നെയാണ്. ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. ഇത് കാറ്റലിലേക്ക് നമ്പറായി. ഇത് 3ാമത്തെ ഓണർഷിപ്പാണ് ഇപ്പോൾ നമ്പറായപ്പോൾ നിലവിലുള്ളത്. സിൽക്കി ഗോൾഡിലാണ് വണ്ടി ഉള്ളത്. ഇതും മേജറായിട്ടുള്ള ഒന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാറ്റിയിരിക്കണേ. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു 50-60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കമ്പനി അലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലും ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാരിങ് കോളും ബട്ടണും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന തന്നെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ബോഡി ലൈനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ബോഡി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. 2.5V എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിലും റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിലും ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പമ്പർ ടൈപ്പ് 4ലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ചെയ്യുന്നത് ഇതാണ് ടൈപ്പ് 4ലേക്ക്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ടൈപ്പ് 4ലേക്ക്. ഇതിപ്പോൾ ഈ 12V നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ 12-13 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണെങ്കിൽ ആ കമ്പനി ഇറങ്ങിയ മറിയാണ്. ടൈപ്പ് 3 തന്നെയാണ് വണ്ടി ഉള്ളത്. ഇത് നമ്മൾ ഈ വണ്ടി 3 വണ്ടിയും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ടൈപ്പ് 3 നിൽക്ക് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പമ്പറും കാര്യങ്ങളും അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ളൂ. ചെറിയ മാറ്റങ്ങളുള്ളൂ. ടൈപ്പ് 3 4ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ. ടൈപ്പ് 2 4ക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് കേട്ടോ. ടൈപ്പ് 4 ടൈപ്പ് 2 4ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ടൈപ്പ് 3 4ക്ക് ആക്കുമ്പോൾ എല്ലാ ഒരു ചിലവും കാര്യങ്ങളൊന്നുമില്ല. പമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൂ. അടുത്തതാണ് 2012 G4 ആണ് കേട്ടോ. ഇത് നമ്പറായിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. കേരളത്തിലേക്ക് നമ്പറായിട്ട് കുറച്ചായിട്ടുണ്ട്. ഇത് നമ്മൾ കസ്റ്റമർ ഒന്ന് കയ്യിൽ നിന്ന് എടുത്തതാണ്. ഒരു സിൽവർ കളറാണ് വണ്ടി ഉള്ളത്. നല്ല കിടിലൻ അലോവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോവീലൊന്ന് കാണിച്ചു കൊടുത്താൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി അലോവീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു 40-50% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് ഫിനിഷിങ്ങിൽ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ഫ്രണ്ടേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 7 സീറ്റർ വണ്ടിയും കൂടിയാണ്. നല്ല ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റാരിങ് ഒരു എയർ ബാഗ് വരിക. G4 ആയതുകൊണ്ട് ഒരു എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത് മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലൊരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളിയായിട്ട് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.5 G4 എന്നൊരു ബാഡ്ജിങ് കൂടെ ചെയ്തിട്ടുണ്ട്. KL65 വണ്ടി നമ്പർ അയക്കുന്നത്. നമ്പറായിട്ട് കുറച്ചായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ഈ ബാക്കിലെ ഗ്ലാസും മാറ്റിയതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് 2014 8,10,000 രൂപയാണ് NOC നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒറിജിനൽ കേരള വണ്ടിക്കാണെങ്കിൽ 8,95,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇത് 12-13 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇത് NOC നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് 6,30,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇനി 2012 V. ഇത് നമ്മൾ ചോദിക്കുന്നത് 7,60,000 രൂപയാണ്. യാതൊരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലത്. രണ്ടാമത്തെ നമ്പറായപ്പോൾ 2ാമത്തെ ഓണർഷിപ്പായി. അവിടെ സിംഗിൾ യൂസ് ആയിരുന്നു വണ്ടി. ഇത് 2012 V തന്നെയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 7,30,000 രൂപയാണ്. ഇത് നമ്പർ അയക്കണേ. ഇത് അതൊക്കെ നമ്പർ അയക്കണേ. 2012 G4 ഇത് നമ്പറായ വണ്ടി തന്നെയാണ്. നമ്പറായിട്ട് കേരളത്തിലെ നമ്പറായിട്ട് കുറച്ചായിട്ടുണ്ട്. ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 6,40,000 രൂപയാണ്. അപ്പോൾ നമ്മൾ വണ്ടികൾ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റോ ഒന്നുമില്ല. അത് 100% ഗ്യാരണ്ടി കേട്ടോ. ടോട്ടൽ ലോസ് വണ്ടികളൊന്നും നമ്മളില്ല. ഏതെങ്കിലും വണ്ടിയുടെ ഗ്ലാസുകൾ റീപ്ലേസ് ഉണ്ടെന്നല്ലാതെ നല്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. വിലയിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.